ഹലോ, അസ്സലാമു അലൈക്കും. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് 2 ദിവസം കൊണ്ട് ഷഡ്ഡപടേന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയാണ് ട്ടോ. അപ്പം നമ്മൾ എവിടേക്കാ പോണേന്നില്ലേ? മുംബൈ. സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പം നമ്മൾ 3 പേരും കൂടാട്ടോ ഒരുമിച്ച് യാത്ര ചെയ്യണത്. ഞാനും അജും ഉപ്പയും. ഉപ്പ കുറേ കാലം മുംബൈയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ മീൻസ് എൻ്റെ ഫാദർ ഇൻ ലോ ആണേ. അതുകൊണ്ട് തന്നെ മുംബൈയിലൊക്കെ പോകുമ്പോൾ ഉപ്പ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഓടി പിടിച്ചാട്ടോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ ഗേറ്റിൻ്റെ സൈഡിൽ എത്തിയപ്പോഴത്തേക്കിനും ബോർഡിങ്ങിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. ബട്ട് അവർ ബോർഡിങ് തുടങ്ങിയിട്ടില്ല. ഒരു എയർപോർട്ടിലേക്ക് ഇത്ര ലേറ്റായിട്ട് എത്തുന്നത് എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. 6 o'clock നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വരുന്ന വഴി ആ ഒരു 3:30, 4 o'clock ടൈമിൽ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൗൺ ആയാലും പിന്നെ എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ലേറ്റായി പോയത്. പിന്നെ ഒരു 2 ദിവസത്തേക്കുള്ള യാത്ര ആയതുകൊണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. എന്തായാലും ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാലാണല്ലോ നമ്മളൊന്ന് സെറ്റിലാവുക. ആ ഒരു സമയത്തൊരു വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യമേ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കുഞ്ഞ് ഫ്ലാസ്കിൽ കുറച്ച് ബ്ലാക്ക് കോഫിയും പിന്നെ പാരഗണിലൊരു സ്പെഷ്യൽ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട്, അതും വാങ്ങിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലെല്ലാം ഇരുന്ന് ഇങ്ങനെ കോഫി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. മാത്രമല്ല നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുംബൈയിലെ റൂംസും കാര്യങ്ങളൊക്കെ ഉപ്പ ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് ടൈം മുംബൈ വിസിറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 9 ഇയേഴ്സ് ബാക്കാണ് കേട്ടോ. 8 or 9 ഇയേഴ്സ് ബാക്കാണ്. ഇൻ ബിറ്റ്വീൻ ഈ എയർപോർട്ട്സൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ ലേ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ നമ്മളൊരു 1.5-2 മണിക്കൂർ കൊണ്ട് ഇതേ മുംബൈ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഷടപടയെന്ന് പറഞ്ഞ് മുംബൈയിൽ വന്നത് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. പിന്നെ 2 ദിവസം മാത്രമേ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വരുന്നു, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു പോകണു. അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് താഴെ പോയിട്ട് ഇവിടുത്തെ ക്ലോക്ക് റൂം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ നേരെ ലെവൽ 1ലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ലഗേജ് സ്റ്റോറിങ് ഒരു സ്പേസ് ഉണ്ട്, ക്ലോക്ക് റൂമുണ്ട്. സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുമല്ലോ, അതുപോലെ. അപ്പോൾ നമുക്ക് ലോങ് ലേ ഓവേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വി ക്യാൻ ഗോ സംവെയർ, ഹാവ് ഫുഡ് ആൻഡ് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഈ ലഗേജ് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ പിള്ളേരും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ്. ഇവിടെ വന്നിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടാക്സീസൊക്കെ കാണാൻ തന്നെ നല്ല കോമഡിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നോൺ എ സി ആണ്, അപ്പോൾ അതുകൊണ്ട് അവർ എ സി ഒന്നും ഇട്ടിട്ടില്ല. ആൻഡ് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ പഴയ ഹിന്ദി മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എന്താ പറയുക ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മളൊന്ന് ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ലൈക്ക് 3,000 or 3,500 റെൻറ്റ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ് നോക്കി പോയതാണ്. പക്ഷേ ആദ്യം നമ്മൾ എത്തിപ്പെട്ടത് ഒരു റെസ്റ്റോ ബാറിലായിരുന്നു. അത് റെസ്റ്റോ ബാറാന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത് ഈ ഒരു കഫേയിലാണ് കയറിയിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ എത്തിയ അന്ന് രാത്രിയും നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂണും നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. ആൻഡ് പിന്നെയാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഒരു ഏരിയയിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ലാതെ വേറെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ വേറെ ഡേ ടൈമിൽ നമ്മൾ വേറെ തിരഞ്ഞപ്പോഴൊന്നും കണ്ടില്ല. ആൻഡ് ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് നമ്മുടെ ബൺ മസ്ക് കേട്ടോ. നമ്മൾ ഇവിടെ കിട്ടുന്ന ബൺ മസ്ക് ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ മറ്റേ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട ബണ്ണിൽ അവർ ബട്ടർ തേച്ചിട്ട് ബൺ മസ്ക ആൻഡ് ചായ്, ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്.
പിന്നെ നമ്മൾ പല ഐറ്റംസും ഓർഡർ ചെയ്തിട്ടോ. ആലു പറാട്ട, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ താലി. ഇതിലുള്ള ഓരോ ഐറ്റംസും അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. ഈ ഹോട്ടൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ട്ടോ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോർത്ത് ഇന്ത്യൻ മാത്രമല്ല ട്ടോ, സൗത്ത് ഇന്ത്യനും നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. നല്ല മസാല ദോശ ആൻഡ് ഇഡ്ഡലി, പിന്നെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അതും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. മാംഗ്ലൂരിയൻ ഡിഷസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഐസ്ക്രീമും ട്രൈ ചെയ്തു ട്ടോ. ഇവിടെ കണ്ടപ്പോൾ ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, നമുക്കാകെ ഇനി നാളെ ലഞ്ചും കൂടെ ഇവിടുന്ന് കഴിക്കാനുള്ള ഒരു ടൈമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നാളെ രാത്രി റിട്ടേൺ ചെയ്യാണ്. അപ്പം നമ്മൾ റൂമിൽ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. അവരുടെ അടുത്ത് AC ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞതാണ്. ആൻഡ് ഉപ്പ പറഞ്ഞത് ഈ ഒരു റേഞ്ചിന് ഇത്രയും വൃത്തിയൊക്കെയായിട്ടുള്ള റൂം നല്ല ബൈ ആണെന്നാണ്. കാരണം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ട്ടോ. ഈവൻ വാഷ്റൂം ആയാലും അതുപോലെ റൂമായാലും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്ത് അവസാനം ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഓംലെറ്റും 2 പീസ് ബ്രെഡും. സോ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമുക്ക് എണീറ്റിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്തെ എണീറ്റ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ട്ടോ. അപ്പം നോക്കുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം അത്യാവശ്യം ഒരു 1/2 hour ദൂരമുണ്ട്. ആൻഡ് ഇവിടുന്നാണെങ്കിൽ അങ്ങനെ ഓട്ടോ കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. പിന്നെ ഊബർ നോക്കി കഴിയുകയാണെങ്കിൽ ഒരു മേ ബി ഊബർ എത്തണമെങ്കിൽ തന്നെ മേ ബി ഒരു 1/2 hour ആവും. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് അധികം ഡിലേ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 2 to 3 hours കൊണ്ട് നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നേരത്തെ തന്നെ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മളിനി തിരിച്ച് മുംബൈ സിറ്റിയിലേക്കൊന്നും ഇനി പോണില്ല. നമ്മൾ നേരെ തിരിച്ച് നമ്മളെ റൂമിലേക്ക് തന്നെ പോവാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നൈറ്റിൽ നമ്മുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ട് അവിടെ ആ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും റെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടൂല ട്ടോ. രാവിലെ നമുക്ക് കറക്റ്റ് ഒരു 10 o'clock ആകുമ്പം ഇവിടെ എത്തേണ്ടത് കൊണ്ട് നമ്മൾ നേരെ ഒരു ടാക്സി പിടിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ട്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ആരാംസെ പോവാന്ന്. എന്താ വറുത്താക്കി പൊട്ടാറ്റോ പഫ്, ഇതെന്താ സാധനം? എന്താ സംഭവം കാണാൻ വലിയ മെനയൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല. അപ്പോൾ ഉപ്പ ടിക്കറ്റ് എടുക്കാൻ പോയതാട്ടോ. നമ്മളിവിടെ ഈ സബർബൻ ട്രെയിൻ എടുത്തിട്ട് ഏതോ ഒരു സ്റ്റോപ്പിലേക്ക് പോവാണ്. ഈ കണക്ഷനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ ഒരു ഏരിയയെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഉപ്പ കുറേ കാലം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഉപ്പക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഉപ്പ ചെയ്യണു, നമ്മൾ രണ്ടുപേരും ബാക്കിലേ ഇങ്ങനെ പോവാണ്. പിന്നെ ഇതൊരു പീക്ക് ടൈം അല്ലാത്തതുകൊണ്ട്, അതായത് ഒരു 11-12 ഒക്കെയാണ് ഏകദേശം സമയമായിട്ടുള്ളത്. 12 അപ്പം ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് അവറോ അങ്ങനെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ തീരെ തിരക്കില്ലായിരുന്നു. സാധാരണ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഈ ട്രെയിൻ കാണാനേ പറ്റില്ല. നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മളങ്ങനെ ഇരുന്ന് പോവാണ്. ആൻഡ് പോയിട്ട് ഏതോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അവിടുന്ന് പിന്നെ നമ്മൾ മെട്രോ എടുത്തിട്ടാണ് പോണത്. ഉച്ചയായപ്പോഴേക്ക് നല്ല ചൂടുണ്ട്. ആൻഡ് രാവിലത്തെ ആ ഒരു 2 ബ്രെഡും ഓംലെറ്റ് എവിടെ എത്തിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും ഉപ്പാക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മളും അതിൻ്റെ കൂടെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഇൻഹിബിഷൻ തോന്നുന്ന വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ഞാൻ അവരുടെ അടുത്തൊരു പ്ലേറ്റ് ചോദിച്ചു. പിന്നെ അവരുടെ അടുത്ത് കുറച്ച് ചട്നി ചോദിച്ചപ്പോൾ ഓരോ കൈയ്യായിട്ടാണ് എനിക്ക് എടുത്ത് തന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ബട്ട് സ്റ്റിൽ ഈ സാധനം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. ഇത് കഴിച്ച ഉടനെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ജ്യൂസസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ വേഗം വെച്ചൊരു മാംഗോ ജ്യൂസ് കുടിച്ചു. അപ്പം നമ്മൾ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചു. ആ ജ്യൂസ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഗ്ലാസ്സാണ് ഷെയർ ചെയ്തത്. പക്ഷെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഐസ് കൊണ്ടുവരുന്ന ചാക്കും അതിൻ്റെ സൈക്കിളൊക്കെ കണ്ടത്. അതോടുകൂടെ ആകെ ചടച്ചുപോയി. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥനയായിരുന്നു, വീട്ടിലെത്തണ വരെ വയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന്. പിന്നെ നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്രയും നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രോ അല്ലെങ്കിൽ ട്രെയിൻ അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഈ കഴിച്ചത് ഫുള്ള് അപ്പം തന്നെ അതിൻ്റെ എനർജി എല്ലാം ലൂസാവുകയാണ്. കാരണം കുറേ നടക്കാനുണ്ട്, പിന്നെ കുറേ സ്റ്റെയർ കേസ് കയറാനുണ്ട്, ഇറങ്ങാനുണ്ട്. ആൻഡ് നമ്മളെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ ആരാംസെ അല്ല, നല്ല സ്പീഡിലാണ് കയറലും ഇറങ്ങലും. ഒരു ഓട്ടമാണ് കേട്ടോ. പോകുമ്പോൾ പിന്നെ നമ്മൾ സമയത്തിന് എത്തേണ്ട ഒരു റീസൺ ഉണ്ടായതുകൊണ്ട് ഡയറക്റ്റ് ടാക്സി എടുത്ത് പോയതാണ്. തിരിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വന്നത്. അപ്പോൾ ആദ്യം ട്രെയിൻ കയറി, ഇപ്പോൾ ദാ നമ്മൾ മെട്രോ കയറാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മെട്രോ കയറാൻ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേറെ സ്പേസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ നമുക്ക് മെട്രോയിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെ മെട്രോ കയറി നമ്മൾ താഴെ ഇറങ്ങിയപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ലൊക്കാലിറ്റി തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ അത്യാവശ്യം നൈറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് വേറെ എവിടെയും കണ്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കഫേയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഇന്ന് ഡേ ടൈം ആയപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഇവിടെ ഈ ഒരു റെസ്റ്റോറൻ്റ് അല്ലാണ്ട് വേറെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ലയെന്ന്. അപ്പോൾ ഇനി കുറച്ച് എന്താ പറയുക, ഒരു കൂളിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കേർഡ് റൈസ് ഓർഡർ ചെയ്തു. ഉപ്പ ഒരു സൗത്ത് ഇന്ത്യൻ മീലും ഓർഡർ ചെയ്തു, താലി മീൽ. ആൻഡ് അജു ഒരു പുലാവ് ഓർഡർ ചെയ്തു. അപ്പം ഇന്നത്തെ ലഞ്ചോട് കൂടെ നമ്മൾ ഇവിടുത്തെ ഫുഡിങ്ങൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഈവനിങ് ഒരു 8 ഒക്കെ ആകുമ്പം നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യും. 8 അല്ലെങ്കിൽ 7 ഒക്കെ ആകുമ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു 7-Eleven കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ രാവിലെ അങ്ങോട്ടേക്ക് പോകുമ്പോഴും വേറെയും കുറേ സ്ഥലത്ത് ഇതുപോലെ 7-Eleven കണ്ടു കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഭയങ്കര എന്താ പറയുക, ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കാരണം നമ്മൾ 7-Eleven എന്ന് പ്രതീക്ഷിച്ചിട്ട് പോകുന്ന പ്രൊഡക്ട്സ് ഒന്നും അവിടെ ഇല്ല. അവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഇതെല്ലാം പഴയതാട്ടോ. അങ്ങനെയുള്ള ഈ പാക്കറ്റെല്ലാം പൊടി പിടിച്ചായിരിക്കുന്നത്. ആൻഡ് കുറച്ച് ഇവർ അന്നേരം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് വേറെ നമ്മൾ 7-Eleven എന്ന് പറയുമ്പം കിട്ടുന്ന സാധനങ്ങളൊന്നും അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. നമ്മൾ സാധാ നാട്ടിൽ അവൈലബിൾ ആവുന്ന ചിപ്സ് കാര്യങ്ങൾ, ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ. നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ പോയതായിരുന്നു, ബട്ട് ഫ്ലോപ്പായി. പിന്നെ വേറെ നമ്മൾ എന്തെങ്കിലും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മിക്സ്ചറോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ലൊക്കാലിറ്റി ഫുള്ള് അപ്പുറം ഇപ്പുറം നമ്മൾ ഫുൾ നടന്ന് നോക്കി. പക്ഷേ എവിടെയും ഒരു ബേക്കറി പോലും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ ഇവിടെ ഉള്ളത് കുറച്ച് ബുൾഡാക്ക് നൂഡിൽസ്, ഇതുപോലെ കുറച്ച് സാൻഡ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പിന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കും വേണം ഒരു ചായ. അല്ല, എനിക്ക് സാധാ. അടിപൊളിയാ. അങ്ങനെ നല്ലൊരു ചായയും കുടിച്ച് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഹാജിമാർക്ക് പോകാനുള്ള ഗേറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു ചായയും പിന്നെ ഈവനിങ് ഡിന്നറോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്ന് കഴിച്ചിട്ടില്ല.
പിന്നെ കഴിക്കാൻ നിന്നാൽ നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ കാലത്തെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സോ ഡിന്നറ് ചിലപ്പോഴേ നമ്മൾ ഇവിടുന്ന് കഴിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഡിന്നറിന് വലിയ ആവശ്യമൊന്നും തോന്നണില്ല. എന്തായാലും എൻ്റെ കയ്യിലൊരു 3-4 കാർഡുണ്ട്. അപ്പം ഇവിടുത്തെ അദാനി ലോഞ്ചിൽ അവരെന്തോ റെനോവേഷൻ വർക്കൊക്കെ ആയതുകൊണ്ട് അവിടേക്ക് കയറാൻ പറ്റിയില്ല. ബട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറൊരു ലോഞ്ച് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് 3 പേർക്കും കയറാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഡിന്നർ കഴിച്ചു. നല്ല സ്പ്രെഡായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റിൽ നിന്നായിരുന്നു. ബട്ട് തിരിച്ച് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് കൊച്ചിയിലേക്കാണ്. അവിടുന്ന് ബൈ ബസ്സാണ് കാലിക്കറ്റിലേക്ക് പോണത്. അപ്പോൾ ഒരു 12 ആകുമ്പം നമ്മൾ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്താലും നമ്മുടെ ബസ് വരുന്നത് 2 മണിക്കാണ്. 2 hours നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യണം. പക്ഷേ എന്തോ അറിയില്ല, നമുക്ക് അതൊന്നും വലിയൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. നമ്മൾ സുഖമായിട്ട് കൊച്ചിയിലെത്തി. അവിടുന്ന് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് രാവിലെ ഒരു 6:30 7 ആയപ്പോൾ നമ്മൾ കാലിക്കറ്റും എത്തിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. ടിൽ ദെൻ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ആൻഡ് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഏത് ടൈപ്പ് വീഡിയോസ് ഇടുന്നതാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടിൽ ദെൻ ബൈ ബൈ.